ഹലോ എവ്രി വൺ, വെൽക്കം ടു റൈസപ്പ് എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. ഇന്ന് നമ്മളുടെ ഡേ 14 ആണ്. അപ്പോൾ ഡേ 14ലെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, വാട്ട് റിയലി മാറ്റേഴ്സ് ഫോർ സക്സസ്, ക്യാരക്ടർ, ഹാപ്പിനെസ് ആൻഡ് ലൈഫ് ലോങ് അച്ചീവ്മെൻറ്റ് ഇസ് എ ഡെഫിനിറ്റ് സ്കിൽസ് ഓഫ് ഇമോഷണൽ സ്കിൽസ്, ദാറ്റ് ഈസ് യുവർ IQ, നോട്ട് ജസ്റ്റ് പ്യുവർലി കോഗ്നിറ്റീവ് എബിലിറ്റീസ് ദാറ്റ് ആർ മെഷേർഡ് ബൈ കൺവെൻഷണൽ IQ ടെസ്റ്റ്. ഡു യു എഗ്രി വിത്ത് ദിസ് വ്യൂ? ഗിവ് റീസൺസ് ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിലബസിൽ നോക്കിക്കൊണ്ടിരുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആയിരുന്നു. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇമോഷണൽ കോഷ്യൻറ്റ്, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺവെൻഷനലി നമ്മുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ സക്സസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻ്റലിജൻസ് കോഷ്യൻ്റാണ്. നമ്മളുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ലോജിക്കൽ റീസണിങ് ഒക്കെ പോലെയുള്ള സ്കിൽസാണ് യൂഷ്വലി നമ്മൾ എക്സാമുകൾക്കാണെങ്കിൽ ഇപ്പം പല നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോഗ്രാമുകൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് IQ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് റിയലി മാറ്റേഴ്സ് ഫോർ സക്സസ്, ക്യാരക്ടർ ആൻഡ് ഹാപ്പിനെസ് ആൻഡ് എ ലൈഫ് ലോങ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ കോഷ്യൻ്റ് ആണ്, നോട്ട് ജസ്റ്റ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് അല്ലെങ്കിൽ IQ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡു യു അഗ്രി വിത്ത് ദിസ് വ്യൂ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വ്യൂ എന്താണെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ നമ്മുടെ വ്യൂ എന്താണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒപ്പീനിയൻ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മോഡൽ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇനീഷ്യലി ഇൻട്രോ എഴുതുമ്പം നമുക്ക് IQയും EQയും എന്താണെന്ന് ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് തുടങ്ങാം. അതായിരിക്കും ഇതിലെ ഏറ്റവും നല്ല ഇൻട്രോ. കാരണം IQ എന്താണ്, EQ എന്താണ് എന്ന് നമ്മൾ എക്സാമിനർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ വളരെ സിമ്പിളായി അത് പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇൻട്രോയിലേക്ക് വരുമ്പോൾ. അതിൻ്റെ ശേഷം നമ്മൾ IQ എന്താണ്, നോട്ട് ജസ്റ്റ് പ്യുവർലി കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സക്സസ്സിന് നോട്ട് ജസ്റ്റ് പ്യുവർലി കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് എബിലിറ്റീസും വേണം. അപ്പം IQവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, IQവിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മളൊന്ന് ഇൻട്രോയിൽ പറഞ്ഞു പോകണം. ഇപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ IQ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. IQ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ റെഫേഴ്സ് പേഴ്സൺസ് കോഗ്നിറ്റീവ് എബിലിറ്റി സച്ച് ആസ് ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽസ്, മെമ്മറി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ IQ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ EQ എന്താ, ഇമോഷണൽ കോഷ്യൻ്റ് എന്താണ്, നമ്മൾ സിലബസ് പഠിച്ച സമയത്ത് ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പം EQ എന്താണെന്നുള്ളതും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം IQ എന്തിനൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ IQ എങ്ങനെയാണ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. കാരണം നമുക്ക് EQ മാത്രം പോരാ, IQയും വേണം. IQ ഉണ്ടെങ്കിലേ നമുക്ക് പല ടാസ്കുകളും കാര്യങ്ങളും നമ്മുടെ ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു കോഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, പ്രോബ്ലം സോൾവിംഗ് ക്യാപ്പബിലിറ്റീസ് വേണം. അതുപോലെ സിമിലർ നമ്മുടെ ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റീസ് നമുക്ക് വേണം. അപ്പോൾ അതിന് IQ ഇമ്പോർട്ടൻ്റ് ആണ്. സോ IQ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയുക. IQ ഡ്രിവൺ സക്സസ് ഓഫൺ പ്രൊവൈഡ്സ് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, റെക്കഗ്നിഷൻ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. പ്രൊഫഷണൽ ഗ്രോത്തിന് എന്ത് വേണം, IQ വേണം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് പറയുക. അതിൻ്റെ ശേഷം നമ്മൾ പിന്നീട് എഴുതേണ്ടത് നമ്മുടെ ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്, EQവിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത്. കാരണം നമ്മളുടെ ടോപ്പിക് അനുസരിച്ച് EQ എന്താണ്, നമുക്ക് സസ്റ്റെയിൻഡ് തരുന്നുണ്ട്, സക്സസ് തരുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അപ്പം നമുക്ക് എന്ത് പറയാം, IQ അലോൺ കനോട്ട് ഗ്യാരണ്ടി ലോങ് ടേം അച്ചീവ്മെൻറ്റ്സ്, ഹാപ്പിനെസ് ഓർ സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ. അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലെ 3 കീവേഡുകൾ വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് IQ മാത്രം പോരാ, അതിൻ്റെ ഒപ്പം എന്തും കൂടി വേണം, EQ വേണം എന്നുള്ള കാര്യം കൂടി നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് അത് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഡിയഗോ മറഡോണേൻ്റെ എക്സാമ്പിളാണ്. പുള്ളിക്ക് എന്താണ് IQ ഭയങ്കര, അതായത് പുള്ളിയുടെ ആപ്റ്റിറ്റ്യൂഡ് ഇൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഇൻ ദാറ്റ് ഗെയിം വാസ് വെരി നൈസ്, അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര എക്സെപ്ഷണൽ ആയിരുന്നു. പക്ഷേ എന്തായിരുന്നു, പുള്ളിക്ക് ഇമോഷണൽ കൺട്രോൾ, ലാക്ക് ഓഫ് ഇമോഷണൽ കൺട്രോളും ഡിസിപ്ലിനും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, പുള്ളിയുടെ കരിയർ വളരെ ഷോർട്ടായിരുന്നു. അതുപോലെ തന്നെ കോച്ചായിട്ടാണെങ്കിലും വന്ന സമയത്ത് വളരെ ചെറിയ ഒരു കരിയറാണ് പുള്ളിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ അവിടെ സ്റ്റാർട്ടിങ് കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് ഇമോഷണൽ കോഷ്യൻ്റ് പ്ലേ എ ഡിസിസീവ് റോൾ ഇൻ എൻഷുറിങ് സസ്റ്റൈനബിൾ സക്സസ്, അതായത് ലോങ് ടേം അച്ചീവ്മെൻറ്റ്സ്, ഹാപ്പിനെസ് ആൻഡ് സ്ട്രോങ് ക്യാരക്ടർ. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഒന്നാമതായിട്ട് പറയുമ്പോൾ നമുക്ക് പോയിന്റ് എന്ത് കൊണ്ടുവരാം, ബെറ്റർ നമ്മുടെ EQ പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് പറ്റും. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് മനസ്സിലാവും. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ EQ ഹൈ ലെവൽ EQ ഉള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ മഹാത്മാഗാന്ധിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ നോൺ വയലൻസ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിൻ്റെ സ്ട്രെങ്ത് ആയിരുന്നു എന്ന് മഹാത്മാഗാന്ധിക്ക് അറിയായിരുന്നു. സോ ദാറ്റ് ഹി യൂസ്ഡ് ഇറ്റ് ആസ് ഹിസ് സ്ട്രാറ്റജി ഫോർ ഒബ്റ്റെയിനിങ് ഫ്രീഡം. അപ്പം അത് പുള്ളിയുടെ ഒരു ലാസ്റ്റിംഗ് സക്സസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെസിലിയൻസ് ഇൻ ചലഞ്ചസ്. ഇപ്പം നമുക്ക് ചലഞ്ചസിൻ്റെ സമയത്ത് നമ്മുടെ പല പല ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, പ്രത്യേകിച്ച് നമ്മുടെ സാഡ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ആങ്കർ, നമ്മുടെ സ്ട്രെസ്സ്, ഇങ്ങനെയുള്ള
ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും സസ്റ്റെയിൻ ആയിട്ട് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് എന്ത് വേണം? ഇമോഷണൽ കോഷ്യൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ IAS ഓഫീസർ ആങ്സ്ട്രോം പേയ്മെൻ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആങ്സ്ട്രോം പേയ്മിനെ. പുള്ളി എന്താ ചെയ്തത്? പുള്ളി പറയുന്ന ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടാതെ വന്ന ഹഡിൽസ് വന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്തില്ല? നിരാശപ്പെട്ടില്ല, സ്ട്രെസ്ഡ് ആയില്ല. പകരം എന്ത് ചെയ്തു? പുള്ളി പുതിയ വഴികൾ ആലോചിച്ചു ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ടോടുകൂടി എന്ത് ചെയ്തു? റോഡ് ബിൽഡ് ചെയ്യുക ചെയ്തത്. സിമിലർലി പെർസവറൻസ് ഫോർ ലോങ് ടേം ഗോൾസ്. നമുക്ക് പെർസവറൻസ് ഉണ്ടാവണമെങ്കിൽ, അതായത് നമ്മൾക്ക് പേഷ്യൻസോട് കൂടി നമ്മുടെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഫെയിലിയറിൻ്റെ മുന്നിൽ തളർന്നു പോകാതിരിക്കണമെങ്കിലൊക്കെ എന്ത് വേണം? ഈ പറയുന്ന ഇമോഷണൽ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം. തോമസ് ആൽവ എഡിസൻ്റെ എക്സാമ്പിൾ നമുക്ക് അവിടെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇംപ്രൂവ്സ് ട്രസ്റ്റ് വർത്തിനെസ് ആൻഡ് റെസ്പെക്ട് ഇൻ റിലേഷൻഷിപ്സ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബാക്കിയുള്ളവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോട് ഡീൽ ചെയ്യുമ്പോൾ, ടീച്ചേഴ്സിനോട് ഡീൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ജനറേഷൻ ഗ്യാപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അവരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടാതാവുമ്പം നമ്മൾ എന്ത് ചെയ്യും? അവരോട് പെട്ടെന്ന് ചൂടാവുമോ അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യാതെ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന ക്യാരക്ടർ നമുക്ക് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ റീസൺസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് എന്താണെന്നുള്ളതും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ സോഷ്യൽ അവയർനെസ്സും അതുപോലെ തന്നെ സെൽഫ് അവയർനെസ്സും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു സ്ട്രോങ് ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കമ്പാഷനേറ്റ് ക്യാരക്ടർ. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ എവിടെ നിന്നാണ് പറ്റുക? ഈ പറയുന്ന ഇമോഷണൽ കോഷ്യൻ്റ് ഉള്ളപ്പോഴാണ്. ഇവിടെ മദർ തെരേസയാണ് നമുക്ക് എക്സാമ്പിളായിട്ട് ഇവിടെ പറയാൻ പറ്റുക. കാരണം മദർ തെരേസ എന്താ ചെയ്തത്? മദർ തെരേസേൻ്റെ കരിയറോ അല്ലെങ്കിൽ മദർ തെരേസേൻ്റെ ലൈഫിലൂടെ മദർ തെരേസ ബാക്കിയുള്ളവരുടെ ഷൂസിൽ നിന്നിട്ട് എന്താണ് വേണ്ടത് അവർക്കെന്ന് കണ്ടുപിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവർ കമ്പാഷനേറ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ എംപതി, കമ്പാഷനൊക്കെ പോലെയുള്ള ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ആദ്യം നമ്മൾ സക്സസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു, അതുപോലെ തന്നെ ക്യാരക്ടർ പറഞ്ഞു. ഇനിയുള്ളത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ്സിൽ എന്ത് വരുന്നുണ്ട്? ഇന്നർ കണ്ടൻമെൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അൺനെസസറി ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ബാക്കിയുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക, നമ്മുടെ സക്സസ് കമ്പയർ ചെയ്യുക, നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ബേസിക്കലി ഇന്നർ കണ്ടൻമെൻറ്റ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസിക്കലി നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ ഫീൽഡുകളിൽ പെർഫോം ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്കില്ലുകളുണ്ട്. ഇപ്പം അപ്പുറത്തുള്ള ആൾക്കുള്ള സ്കില്ലായിരിക്കില്ല നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഓരോ ഫീൽഡുകളിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതെന്താണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ പറയുന്ന അൺനെസസറി കമ്പാരിസൺസ് ഒഴിവാക്കി നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ എന്ത് വേണം? നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വേണം. അവിടെ നമുക്കിപ്പം റിലീജിയസ് ലീഡേഴ്സ് ആയിട്ടുള്ള ദലൈലാമയൊക്കെ പോലെയുള്ള ആളുകളെ നമുക്ക് എക്സാമ്പിളായിട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ കരിയറിൻ്റെ സക്സസിനാണെങ്കിലും നമ്മുടെ ക്യാരക്ടറിനാണെങ്കിലും നമ്മുടെ ഹാപ്പിനെസ്സിനാണെങ്കിലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ നമ്മൾ ഹൈ IQ ഉള്ള അല്ലെങ്കിൽ ഹൈ EQ ഉള്ള ഒരാളാണെങ്കിൽ, ഹൈ IQ അല്ല ഹൈ EQ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിലൊക്കെ ആ കാംനെസ് അതുപോലെ തന്നെ ക്ലാരിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവരുടെ ഇമോഷൻസുമായിട്ട് എംപതൈസ് ചെയ്യാനും കൂടി പറ്റും. അപ്പം ഇങ്ങനെയുള്ള പോയിന്റുകൾ നമുക്കിവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇത് ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും പോയിന്റുകൾ കൊണ്ടുവന്നില്ലെങ്കിലും ഒരു 5 to 6 പോയിന്റ്സ് ഇതിലേക്ക് കൊണ്ടുവരിക. എല്ലാത്തിനും എക്സാമ്പിൾസും കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ എക്സാമ്പിൾസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമോഷണൽ നമുക്കിതിൻ്റെ ഒരു എൻഡിങ് പാരഗ്രാഫായിട്ട് എങ്ങനെയാണ് ഈ EQ വേണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, EQ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി പറഞ്ഞ് പോവുക. അപ്പം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? സോഷ്യൽ സ്കിൽസ് അതുപോലെ തന്നെ നമ്മുടെ മോട്ടിവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നർച്ചർ ചെയ്യുന്നതിലൂടെ നമുക്ക് EQ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എംപതി, റെസിലിയൻസ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? EQ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു ബാലൻസ് ബിറ്റ്വീൻ IQ ആൻഡ് EQ ആണെന്നുള്ള രീതിയിലേക്ക് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവസാനം നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ടൊക്കെ വെച്ചിട്ട് എൻഡ് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന കോട്ട് എന്ന് പറയുന്നത് IQ may determine the height one may reach, but whether he stays there is determined by EQ. അതായത് നമ്മുടെ ലോങ് ടേം അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ഹാപ്പിനെസ് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് സക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് EQ ആണ്. IQ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആ ഹൈറ്റിൽ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ബാലൻസ് മുന്നോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് നമുക്ക് സക്സസ്സോ അല്ലെങ്കിൽ ക്യാരക്ടർ ഹാപ്പിനെസ്സോ ഒക്കെ കിട്ടുള്ളൂ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ആൻസർ എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യനിലുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. താങ്ക് യു.